സംസ്ഥാനത്തൊട്ടാകെ മഴ കനക്കുക തന്നെയാണ്. ആദ്യം ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. നഗരത്തിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ കുട്ടനാടും അമ്പലപ്പുഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. ജലനിരപ്പ് ഉയർന്നതിനാൽ എടത്തുവ വഴിയുള്ള KSRTC സർവീസും നിർത്തിവെച്ചു. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, മണിക്കൂറുകളായി ആലപ്പുഴ നഗരത്തിൽ മഴ തുടരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം നാശനഷ്ടങ്ങളും തുടരുന്നുണ്ട്. വീടുകളടക്കം ഇടിഞ്ഞു വീഴുന്നു കാഴ്ചകളാണ് കാണുന്നത്. റോഡുകളിലും വെള്ളക്കെട്ട്. കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്താണ് ജില്ലയിലെ ഒരു അവസ്ഥ? രജനി, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ നിർത്താതെ ഇപ്പോഴും പെയ്യുകയാണ്. ആലപ്പുഴ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. സാധാരണ ആലപ്പുഴയിൽ മഴ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടനാടിനെയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ ആലപ്പുഴയിലെ നഗരത്തിലടക്കം വെള്ളമാണ്. നഗരത്തിലെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി കഴിഞ്ഞു. നഗരത്തിൽ തന്നെയുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മാണമൊക്കെ നടത്തിയതും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയത്ത് നടത്താത്തതുമൊക്കെയാണ് ഇത്തരത്തിൽ ആലപ്പുഴ നഗരത്തിൽ തന്നെ ഒരു വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം. കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ കുട്ടനാട്ടിൽ ഈ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമായതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ജലാശയങ്ങളെല്ലാം തന്നെ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ആറുകളും ഒപ്പം തന്നെ തോടുകളും ഒക്കെ കരകവിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നദീതീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. അമ്പലപ്പുഴയിലും ഒപ്പം തന്നെ അപ്പർ കുട്ടനാട്ടിലെ തലവടിയിലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടുകൾ തകർന്നിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ ഒരു വീട്ടിൽ മേൽക്കൂര പറന്നുപോയി. കുടുംബാംഗങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒപ്പം തന്നെ തലവടിയിലും സമാന സാഹചര്യം. 2 വൃദ്ധരായ ആളുകൾ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂര തകർന്നു. അവർക്ക് ഓടുകളും മറ്റും ഇളകി വീണ് അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തന്നെ ആളുകൾ നമുക്ക് കാണാം. അവരൊക്കെ തന്നെ അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറുന്ന കാഴ്ചകളായിരിക്കാം അത്. കാരണം എല്ലാ വർഷവും ഈ ഒരു ഗതികേടിൽ തന്നെയാണ് അവിടുത്തെ എല്ലാ നിവാസികളും ഉള്ളത്. കാരണം എങ്ങോട്ടേക്ക് മാറണം എന്നുപോലും അവർക്ക് അറിയില്ല. ഈ ദുരിതം ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിലാണ് എപ്പോഴും പലരും ഉള്ളത്. അപ്പം ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു സൈഡിലൊരു അപ്പൂപ്പനും ഒരു സ്ത്രീയും മാത്രമുള്ള ആ വീട് ആകെ തകർന്നിരിക്കുന്നു. അവർ ദുരിതാവസ്ഥയിലാണ്. ഇനി എങ്ങോട്ട് പോകുമെന്ന് പോലും അവർക്കറിയില്ല. രജനി, ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ ദേശീയപാതയോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ വെള്ളക്കെട്ട്, അതായത് അമ്പലപ്പുഴ ഇതിലൂടെ ഒഴുകുന്ന കാപ്പിത്തോടിൻ്റെ ഭാഗങ്ങളാണ് ഇത്. ഇവിടെ ഈ കാപ്പിത്തോട് നിറഞ്ഞൊഴുകി മാലിന്യങ്ങളടക്കമുള്ള വെള്ളമാണ് പല ആളുകളുടെയും വീടുകളിലേക്കൊക്കെ കയറിയിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രളയമുണ്ടായ സമയത്ത് പോലും പൊങ്ങാത്ത വെള്ളമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ പോയി ഇവരുടെ പ്രതികരണം നമുക്ക് ചോദിക്കാം. ഈ വീട്ടിലൊക്കെ എപ്പോഴാണ് വെള്ളം കയറാൻ തുടങ്ങിയത്? രാവിലെ തൊട്ട് വെള്ളം കയറാൻ തുടങ്ങി. മഴ പെയ്ത് ഇത്രയും നാളും മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഇപ്പം മഴ പെയ്തിട്ട് അടുക്കള വെള്ളമാണ്. ഞങ്ങൾക്ക് പാചകമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ മൊത്തം വെള്ളം, കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതുപോലെ തന്നെയാണോ ഈ അടുത്തുള്ള വീടുകൾ? എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. എല്ലാ വീടും, ഒരു വീട് തന്നെയല്ല, എല്ലാ വീടുകളും കയറിയിട്ടുണ്ട്. അവരൊക്കെ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഊറിലേക്കൊക്കെ കയറി ഫ്രിഡ്ജ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അഴുക്ക് വെള്ളമാണ്. കാപ്പിത്തോട്ടിൽ അഴുക്ക് വെള്ളമാണ് ഇത് കയറുന്നത് മുഴുവൻ. മെഡിക്കൽ കോളേജിൽ അഴുക്ക്, എല്ലാ അഴുക്കുകളും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. രജനി, അങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ അമ്പലപ്പുഴയിൽ തന്നെയുള്ളൊരു തോടാണ് ഈ കാപ്പിത്തോട് എന്ന് പറയുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കം ഇവിടെ നടത്തിയിട്ടില്ല. CPM ഭരിക്കുന്ന അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികൾക്ക് ഇത്തരത്തിൽ വലിയ ദുരിതമുണ്ടാവുന്നത്. ഈ കാപ്പിത്തോടിൻ്റെ ഇരുകരകളിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൻ്റെ 11, 12, 16 വാർഡുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുള്ളത്. ശക്തമായ ഒഴുക്ക് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വെള്ളം ഒഴുകുന്ന പ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകൾ, 100 കണക്കിന് വീടുകളാണ് ഉള്ളത്. ഈ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ഇവർ പറയുന്നത് ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഇതുവരെ കയറാത്ത രീതിയിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ഇവരുടെ വീടുകളിലേക്കൊക്കെ ഇനിയും കൂടുതൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വെള്ളം കയറിയതാണോ? കഴിഞ്ഞ വർഷം ഇത്രയും ദുരിതം ഉണ്ടായിട്ടില്ല. എന്താണേലും ഈ വർഷമാണ് ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ട് എൻ്റെ ഓർമ്മയിലൊന്നും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഇവിടെ. ഇപ്പോഴാണ് ഈ അകത്തൊക്കെ കയറാൻ തുടങ്ങിയതും എല്ലാം. ഈ വർഷം ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പോഴാണ് അനുഭവിച്ചിരിക്കുന്നത്.
ചേട്ടൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വെള്ളം കയറി? ഇല്ല ഇതുവരെ കയറിയിട്ടില്ല. പ്രളയ സമയത്തൊക്കെ കയറിയതാണ്? ഇല്ല ഇവിടെ കയറിയിട്ടില്ല. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം പൊങ്ങാൻ കാരണം? അത് അറിയില്ല നമുക്ക് എങ്ങനെ. ചേച്ചി ആദ്യമായിട്ടാണോ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുന്നത്? അല്ല, വെള്ളം ഇതിപ്പോൾ ആദ്യമായിട്ടായി കയറുന്ന വെള്ളം. പിന്നെ നല്ലതായിട്ട് പെയ്യുമ്പോൾ നന്നായിട്ട് വഴി വരെ വെള്ളം കയറുന്നതാണ്. ഇപ്പൊ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്? കയറിയിട്ടുണ്ട്. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ വഴിയിലൊക്കെ വെള്ളമാണ്, നല്ല വെള്ളമാണ്. ഇതിപ്പോ ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയിലാണ് ഈ വെള്ളം കയറിയത്? അല്ല, ഇന്ന് രാവിലെ തൊട്ടുള്ള മഴയിലാണ് ഇത്രയും വെള്ളം കൂടിയത്. വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഇല്ല. വീടിനകത്തേക്ക് വെള്ളം കയറിയോ? അകത്തേക്കൊന്നും കയറിയിട്ടില്ല, പടി വരെയൊക്കെ കയറിയിട്ടുണ്ട് വെള്ളം. ഇതിനു മുമ്പ് വെള്ളം കയറിയതായിട്ട് ഓർക്കുന്നുണ്ടോ? വെള്ളം വഴി വരെ വരും ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ കയറുന്ന ആദ്യമായിട്ടാണ്? വീട്ടിന്റെ അകത്ത് കയറിയിട്ടില്ല ഇതുവരെ, വഴി വരെ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ വെളി വരെ കയറിയിട്ടുണ്ട് വെള്ളം. അതായത് ഒരു ആശങ്കയിലാണ് നിങ്ങൾ. ഇനിയും മഴ തുടരുകയാണെങ്കിലല്ലേ വീടിനകത്തേക്കൊക്കെ വെള്ളം കയറാൻ? വെള്ളം കയറും വീട്ടിന്റെ അകത്ത്. അനു, രജനി ഈ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം ഇനിയും മഴ തുടർന്നാൽ, ഇപ്പോഴും മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ വീടിനുള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. ചേട്ടാ, ഈ കാപ്പിത്തോടിന്റെ കരയിലൊക്കെ എത്ര വീടുകൾ ഏകദേശം കാണും? അതിനെപ്പറ്റി നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. എന്നാലും നല്ല ഏത് വാർഡൊക്കെയാണ്? ഞാനിവിടെ 5-ാം വാർഡിലുള്ളേ. ഈ വാർഡ് 11-ാം വാർഡ് അങ്ങോട്ടാണെന്ന് തോന്നുന്നത്. എനിക്കതിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. എന്നാലും ഇത്രയും വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കത്തിൽ ഇത്രയും കയറിയിട്ടില്ല വെള്ളം. ഞാൻ പിന്നെ കിഴക്കൻ മേഖലയിലുള്ള ആളാണ്. അന്ന് 2018 നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയപ്പോഴും ഇവിടെ ഒന്നും വെള്ളം വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ആദ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഐസ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു 8 വർഷത്തിന് മേളിലായി ഇത്രയും വെള്ളപ്പൊക്കം 2018 കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളപ്പൊക്കം വന്നിട്ടില്ല. രജനി, ഈ തോടുകളൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു സമയാസമയങ്ങളിൽ ശുചീകരിക്കാത്തതും ഈ ഓടകളൊക്കെ തുറന്നു വെക്കാത്തതും ഒക്കെ തന്നെ ഈ ഒരു വെള്ളപ്പൊക്കത്തിന് കാരണമായി നാട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് അകത്തേക്കുള്ള വീടുകളും എല്ലായിടത്തും തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ, ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ്, മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇവരുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണോ വീട്? അല്ലല്ല, ഈ വഴിയിൽ എത്ര ദൂരം വെള്ളമുണ്ട്? ഇത് ഏകദേശം ഈ വഴി മൊത്തം വെള്ളമാണ്. ഞങ്ങൾ രാത്രിയിലൊക്കെ ഇതിലെയാണ് ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പം ഇനിയിപ്പം വെള്ളം പറ്റാതെ ഒരു നിവൃത്തിയില്ല. ഇതിനു മുമ്പ് കയറിയിട്ടില്ലെന്നാ പറയുന്നത്? മുമ്പൊന്നും ഇങ്ങനെ വെള്ളമൊന്നും വന്നിട്ടില്ല. പ്രളയത്തിന് പോലും ഇങ്ങനൊന്നും വെള്ളമൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ എവിടെ കൂടെ ഒക്കെ ഒഴുകുന്ന ഈ തോട്? ഈ തോട് പിന്നെ വണ്ടാനം ഹോസ്പിറ്റലിൽ നിന്ന് ഒഴുകി നേരെ കാക്കാഴം വഴി നേരെ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അവിടെ എല്ലാം മൊത്തത്തിൽ വെള്ളമാണ്. ഈ വീടുകളിലെല്ലാം. ഏതാ വാർഡ്? ഇത് 12-ാം വാർഡ്. രജനി, ഈ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ 12, 16, 14, 15 വാർഡുകളിലുള്ള ആളുകൾക്കാണ് ഈ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കാപ്പിത്തോട് ഒഴുകി ഇവരുടെ വീടുകളിലേക്കൊക്കെ മാലിന്യവാഹിനിയായി ചെല്ലുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. പല ആളുകൾക്കും അടുക്കളയിലൊന്നും നിന്ന് പാചകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതും അക്കാര്യങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറുന്നത്. സമയത്ത് ഈ തോട് ശുചീകരിക്കാത്തതും ഒപ്പം തന്നെ ഇപ്പോൾ ഇവർ തന്നെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഈ കാപ്പിത്തോട്ടിലൂടെ ഒഴുകുന്നത്. മാത്രമല്ല സമീപത്ത് പീലിംഗ് ഷെഡുകളുണ്ട്, ആശുപത്രികളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ ഒഴുകി എത്തി ഈ മലിനജലം വീടുകളിലേക്കൊക്കെ കയറും. സാംക്രമിക രോഗങ്ങളടക്കം പിടിമുറുക്കുന്ന ജില്ല തന്നെയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വളരെ വലിയ ആശങ്കയിലാണ് ഉള്ളത്. ആലപ്പുഴ നഗരവും ഒപ്പം തന്നെ കുട്ടനാടും അപ്പർ കുട്ടനാട് മേഖലകളടക്കമുള്ള സ്ഥലങ്ങളിൽ ശക്തമായി തന്നെ മഴ ഇപ്പോഴും തുടരുകയാണ്. ആലപ്പുഴയിൽ ഇന്നലെ രാത്രി കടലിൽ കുടുങ്ങിയ ഒരു കപ്പലിലെ തൊഴിലാളികളെ ഹാർബർ പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഈ മഴയുടെ കെടുതികളെല്ലാം തന്നെ ആലപ്പുഴയിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴയെ ഇപ്പോഴും ആലപ്പുഴയിൽ നിർത്താതെ പെയ്യുന്നുണ്ട്. രജനി.